നോട്ടീസ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ആണവ നിലയങ്ങളിൽ പരിശോധനയെന്ന അമേരിക്കയുടെ വാദം തള്ളി ഇറാൻ. പരിശോധനകളുടെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഉറപ്പുകളൊന്നും നൽകിയിട്ടില്ലെന്ന് ഇറാൻ. ഇസ്രായേൽ ഗാസയിൽ വംശഹത്യ നടത്തുന്നുവെന്ന UN കമ്മീഷൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതിൽ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം. ശരവേഗത്തിലുള്ള ഫയൽ നീക്കം. കർണാടകയിലുള്ള സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിത ലാഭം കൊയ്യാനെന്ന് പിണറായി വിജയൻ. നോട്ടീസിന് അനുമതി നൽകാതിരുന്നിട്ടും പ്രതിപക്ഷം അഴിമതി ആരോപണം ഉന്നയിച്ചത് ചട്ടലംഘനമെന്ന് മുഖ്യമന്ത്രി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ വാക്കൌട്ട് നടത്തി പ്രതിപക്ഷം. ആശങ്കകൾ ദൂരീകരിക്കണമെന്ന് മുസ്ലിം ലീഗ്. സംസ്ഥാനത്ത് ഇന്ന് 3 പനിമരണം. എലിപ്പനി ബാധിച്ച് 2 പേരും ഡെങ്കിപ്പനി ബാധിച്ച് ഒരാളും മരിച്ചു. ഇന്ന് മാത്രം ഷിഗല്ല സ്ഥിരീകരിച്ചത് 15 പേർക്ക്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ സ്ഥലം മാറ്റം ശരിവെച്ച് ഹൈക്കോടതി. ട്രൈബ്യൂണലിന്റെ സ്റ്റേ ഉത്തരവ് നടപടിക്രമങ്ങൾ പാലിക്കാതെയെന്ന് കോടതി. സർക്കാർ സിസ്റ്റത്തെ പിന്തുണയ്ക്കുന്നവർക്ക് പൂർണ്ണ സംരക്ഷണമെന്ന് മന്ത്രി കെ മുരളീധരൻ. പിണറായി സർക്കാരിന്റെ ധനമാനേജ്മെന്റിൽ വൻ പാളിച്ചയെന്ന് CAG റിപ്പോർട്ട്. കിഫ്ബിയിലൂടെ ഉണ്ടായ ഓഫ് ബജറ്റ് കടമെടുപ്പും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയെന്ന് ചൂണ്ടിക്കാട്ടൽ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വകമാറ്റൽ. ആഭ്യന്തര ഉൽപാദനത്തിൽ നേരിയ വർധനവ്. 9.3% നിന്ന് 9.97 എത്തി. കേന്ദ്ര സഹായത്തിൽ 42% കുറവെന്നും റിപ്പോർട്ട്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ റിപ്പോർട്ട് തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി UP സർക്കാർ. ക്ഷേത്രത്തിന്റെ ഭരണ ചുമതല ജില്ലാ മജിസ്ട്രേറ്റിന് നൽകി. കാണിക്ക എണ്ണുന്നതിലും മാറ്റം വരുത്തി. കുവൈറ്റിൽ പ്രവാസി തൊഴിലാളികളുടെ വിദ്യാഭ്യാസ യോഗ്യതകളും തൊഴിൽ തസ്തികകളും ക്രമീകരിക്കുന്നതിന് പുതിയ നിയമം. തൊഴിൽ വിപണിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിയന്ത്രണ സംവിധാനം ഒരുക്കുക ലക്ഷ്യം. പ്രവാസി ജീവനക്കാരുടെ അക്കാദമി യോഗ്യതകളും വഹിക്കുന്ന തസ്തികകളും തമ്മിൽ കൃത്യമായ പൊരുത്തം ഉറപ്പാക്കും. US-ഉം ഇറാനും തമ്മിൽ സമാധാന ചർച്ചകൾ സ്വിറ്റ്സർലാൻഡിൽ നടക്കുന്നതിനിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയ വാക്പോര് ഉണ്ടായിരിക്കുകയാണ്. ഇറാനിലെ ആണവ നിലയങ്ങളിൽ UN പ്രതിനിധികൾക്ക് വീണ്ടും പരിശോധന നടത്താൻ ഇറാൻ അനുമതി നൽകിയെന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രസ്താവന തള്ളിക്കൊണ്ട് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി. ആണവ പരിശോധനകളുടെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് പുതിയ ഉറപ്പുകളൊന്നും നൽകിയില്ലെന്നാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാട്. ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ സ്വിറ്റ്സർലാൻഡിലെ ബർഗസ്റ്റോക്കിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല പ്രതിനിധികൾ യോഗം നടത്തുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് സർക്കാർ നികുതി ഇളവ് നൽകിയതിന് പിന്നിൽ അഴിമതിയെന്ന് പ്രതിപക്ഷം. കർണാടകയിലെ സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയാണ് ശരവേഗത്തിൽ ഫയൽ നീക്കം നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അതേസമയം നോട്ടീസ് നൽകാതെ പ്രതിപക്ഷം സഭയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചത് ചട്ടലംഘനമെന്നും രേഖകളിൽ നിന്ന് നീക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അനുവദിക്കാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിലൂടെ സംസ്ഥാനത്ത് സുലഭമായി ലഹരി ഒഴുകുമെന്ന് കാട്ടിയാണ് വിഷയം അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവന്നത്. KN ബാലഗോപാൽ നൽകിയ നോട്ടീസിന് പക്ഷേ സ്പീക്കർ അവതരണാനുമതി നൽകിയില്ല. ബജറ്റിലെ നിർദ്ദേശം പ്രതിപക്ഷത്തിന് ചർച്ചയിൽ ഉന്നയിക്കുകയോ സബ്മിഷനായി കൊണ്ടുവരികയോ ചെയ്യാമെന്ന് ചൂണ്ടിക്കാട്ടിയ സ്പീക്കർ നോട്ടീസിന് അനുമതി നിഷേധിച്ചു. ശ്രീ വർക്കൽ രാധാകൃഷ്ണന്റെ തന്നെ ഒരു റൂളിംഗ് ഉണ്ട്. ഇവിടെ ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അനുവദനീയമല്ല എന്നുള്ള നിലയിലുള്ള റൂളിംഗ് ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. ഏതായാലും അതുകൊണ്ട് റൂൾ 50 ഇവിടെ അനുവദിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള വിവരം അറിയിക്കുന്നു. അത് ദയവായിട്ട് ചർച്ചയാക്കരുത്. നമുക്ക് അങ്ങേക്ക് ഇത് വേണമെങ്കിൽ ഒരു സബ്മിഷനായിട്ട് പിന്നീട് ഏതെങ്കിലും സന്ദർഭത്തിൽ കൊണ്ടുവരാം. എന്നാൽ ഗൗരവമുള്ള വിഷയമാണെന്നും റൂൾ 50 അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി. ഇതിനിടെ മദ്യത്തിന് നികുതി ഇളവ് നൽകിയതിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഗുരുതരമായ അഴിമതി ആരോപണം ഉയർത്തി. കർണാടകയിലെ സ്വകാര്യ കമ്പനിക്ക് വേണ്ടി അതിവേഗത്തിൽ ഫയൽ നീക്കം നടത്തിയതിന് പിന്നിൽ അഴിമതിയെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. ഇതിന്റെ ഗുണഭോക്താവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടകയിലെ ഒരു മദ്യ കമ്പനിയാണ്. നമ്മുടെ സ്വകാര്യ പുസ്തക കമ്പനിയായ ബക്കാർഡി അവർക്ക് വേണ്ടിയുള്ള സന്ദേശമായിട്ടാണ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് ഡ്രിങ്ക് പോലെ സാർവത്രികമാക്കാനാണ് പോകുന്നത്. ഇത്
ഇതാണ് ഗൗരവമായ ദയവായിട്ട് എന്നാൽ സഭയിൽ നോട്ടീസ് നൽകാതെ പ്രതിപക്ഷം അഴിമതി ഉന്നയിച്ചത് ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി ആരോപണം രേഖകളിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടു. ഗൗരവമേറിയ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. ഭരണപക്ഷത്തു നിന്ന് പോലും വ്യാപക വിമർശനം നേരിടുന്ന വിഷയം സഭയിൽ സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവിനെ അനുവദിക്കാത്തതിന് പിന്നിൽ മറ്റെന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് വാക്കൌട്ടിന് ശേഷം മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷം ആരോപിച്ചു. ഒരു സഭ തുടങ്ങി 1 മാസം ആവുന്ന ഘട്ടത്തിൽ തന്നെ ആ സഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഈ പുറത്തും രാജ്യത്തും ലോകത്തും എല്ലാം കിടന്നടിക്കുന്ന VM സുധീരനും മറ്റു നേതാക്കന്മാരും എല്ലാം പറയുന്നൊരു കാര്യം, നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചാൽ ആ മൈക്ക് ഓഫ് ആക്കുക മാത്രമല്ല രേഖ തന്നെ റദ്ദ് ചെയ്യുമെന്ന് പറയുന്ന തരത്തിലേക്ക് ഇരുണ്ട ഒരു നാളുകളിലേക്ക് നമ്മുടെ നിയമസഭയെ കൊണ്ടെത്തിക്കാനാണ്. അതുകൊണ്ടാണല്ലോ സഭാ TV ഇത് മാറ്റിയത് ഈ പറയുന്നതനുസരിച്ച്. ഞങ്ങളുടെ അഭിപ്രായം പറയാൻ പോലും സമ്മതിക്കാത്തൊരു സമീപനം വരുന്നത് സംശയകരമാണ്. ഇതിനകത്ത് ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവർക്ക് തന്നെ എന്താ ഇത്ര സംശയം? ഇവരെന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? അങ്ങനെയാണെങ്കിൽ അത് ചർച്ച ചെയ്താൽ പോരെ? അതേസമയം മദ്യനയത്തെ ചൊല്ലി സഭയ്ക്കകത്ത് പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുമ്പോഴും മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ഒരക്ഷരം പോലും പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിലപാടിൽ മലക്കം മറിഞ്ഞ വി ഡി സതീശൻ. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതോടെ വി ഡി സതീശന്റെ കരിമണൽ ഖനനത്തിനെതിരായ പ്രസംഗം ചർച്ചയാകുന്നു. UDF അധികാരത്തിലെത്തിയാൽ ഖനനം അപ്പോൾ നിർത്തും. ആലപ്പുഴയുടെ പാരിസ്ഥിതികമായ തകർച്ചയ്ക്ക് ഖനനം വഴിയൊരുക്കും. നിലപാട് വ്യക്തമാണെന്നും പ്രസംഗം. പൊതുയുഗയാത്രയിൽ ആലപ്പുഴയിലെ യോഗത്തിൽ വെച്ചായിരുന്നു വി ഡി സതീശന്റെ നിലപാട് പ്രഖ്യാപനം. സംസ്ഥാന ബജറ്റിലെ മദ്യനികുതി ഇളവുകൾക്കെതിരെ പരസ്യ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിലെ ലേഖനത്തിലൂടെയാണ് സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ സാദിഖ് അലി തങ്ങൾ വിമർശനം ഉന്നയിച്ചത്. മദ്യനികുതി ഇളവുകളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ദൂരീകരിക്കണമെന്നും തങ്ങൾ ആവശ്യപ്പെട്ടു. മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള സർക്കാർ നടപടിക്കെതിരെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൽ നേരത്തെ അതൃപ്തി പുകഞ്ഞു തുടങ്ങിയിരുന്നു. നിലവിലത് പരസ്യമാക്കിയതാകട്ടെ ലീഗ് മുഖപത്രമായ ചന്ദ്രികയിലൂടെ. മദ്യനികുതി ഇളവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ആശങ്കകൾ ദൂരീകരിക്കാൻ സർക്കാരിന് കഴിയണമെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. പിറക്കട്ടെ ലഹരിമുക്ത ഗ്രാമങ്ങൾ എന്ന തലക്കെട്ടിലെഴുതിയ ലേഖനത്തിലാണ് തങ്ങളുടെ ഈ പരാമർശം. ലഹരിയെ നാടുകടത്താനുള്ള ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയെ നാടും നഗരവും ഏറ്റെടുക്കുമ്പോൾ തന്നെയാണ് ബജറ്റിലെ ഈ പ്രഖ്യാപനമെന്നും സാദിഖ് അലി തങ്ങൾ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ലഹരി വിരുദ്ധ യാത്രയിലാണ്. വാരിയർ ബാഡ്ജ് അണിഞ്ഞ് കുടുംബസമേതം നമുക്കും ലഹരി യുദ്ധമായ തൂഫാനിൽ ഒപ്പുചേരാമെന്നും സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലും ചന്ദ്രികയിലും ലേഖനം ഒരുപോലെ വന്നിട്ടുണ്ട്. നേരത്തെ കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിലും മദ്യനയത്തിനെതിരെ രൂക്ഷ വിമർശനമുയർന്നിരുന്നു. സംസ്ഥാനത്ത് ലഹരിക്കെതിരെ ആഭ്യന്തര വകുപ്പ് സന്ധിയില്ലാ പടയോട്ടം നയിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടേത് ഏകപക്ഷീയമായ നടപടിയെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനുള്ളിലും പൊട്ടിത്തെറി തുടങ്ങിയിരുന്നു. കാർഷിക വിളകളിൽ നിന്നും പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള മുൻ LDF സർക്കാരിന്റെ ഭേദഗതികൾ അതേപടി നടപ്പാക്കാൻ സതീശൻ സർക്കാർ മുതിർന്നത് BJPക്കും CPMനും വൻ രാഷ്ട്രീയ ആയുധമാവുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. മദ്യം വീര്യം കൂടിയതാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും പൂർണ്ണ മദ്യനിരോധനമാണ് തങ്ങളുടെ നിലപാടെന്ന് കാന്തപുരം സമസ്ത സെക്രട്ടറി ഖലീൽ ബുഖാരി തങ്ങൾ. ഒരു ലഹരിയോടും യോജിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീയിലെ അഭിപ്രായം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. PM ശ്രീ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടപ്പോൾ അന്നത്തെ പ്രതിപക്ഷം എതിർത്തിരുന്നു. അന്ന് എതിർത്ത കാരണത്തിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. എന്താണ് മാറ്റം വരുത്തിയതെന്ന് സർക്കാർ പറയട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാരിന്റെ ധനമാനേജ്മെന്റിലെ വീഴ്ചകൾ നിരത്തി CAG റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി രൂപ വകമാറ്റിയെന്നും കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയെന്നും CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായെന്നും എന്നാൽ ആഭ്യന്തര വരുമാനത്തിൽ നേരിയ വർധനവുണ്ടായതായും CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം എത്രത്തോളമെന്ന് ചൂണ്ടിക്കാട്ടുന്ന CAG റിപ്പോർട്ടാണ് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചത്. 2024-25 വർഷത്തിൽ 3511 കോടി രൂപ തീർപ്പാക്കാത്ത ബാധ്യതയെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. LDF സർക്കാരിന്റെ ധനമാനേജ്മെന്റിലെ വീഴ്ചകൾ നിരത്തിക്കാട്ടുന്നതാണ് റിപ്പോർട്ട്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയായി എന്ന് CAG റിപ്പോർട്ട് പറയുന്നു. 39,230 കോടി രൂപ ഓഫ് ബജറ്റിന്റെ കടബാധ്യതയായി കിഫ്ബിയിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന വെളിപ്പെടുത്തലും CAG റിപ്പോർട്ടിലുണ്ട്.
262.06 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റിയെന്ന് CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറച്ചു കാണിക്കാനാണ് ഈ നടപടിയെന്നും വിലയിരുത്തുന്നു. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായതായി CAG റിപ്പോർട്ട് പറയുന്നു. അതേസമയം സംസ്ഥാനത്ത് ആഭ്യന്തര വരുമാനത്തിൽ നേരിയ വർധനവുണ്ടായിട്ടുണ്ട്. 9.30% നിന്ന് 9.97% ഉയർന്നു. റവന്യൂ ചെലവിന്റെ 64%, വരവിന്റെ 80%, ശമ്പളം, പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നുവെന്നും CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആരോഗ്യവകുപ്പ് ഡയറക്ടർ KJ റീനയെ സ്ഥലം മാറ്റിയ സർക്കാർ നടപടി തടഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ട്രൈബ്യൂണലിന്റെ സ്റ്റേ ഉത്തരവ് നടപടിക്രമങ്ങൾ പാലിക്കാതെയെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. പുതിയ DHSന് ചുമതല ലഭിച്ച ശേഷമാണ് റീന ട്രൈബ്യൂണലിനെ സമീപിച്ചതെന്നും കോടതി നിരീക്ഷിച്ചു. DHS സ്ഥാനത്ത് നിന്ന് ഡോക്ടർ റീനയെ സർക്കാർ സ്ഥലം മാറ്റിയത് ജൂൺ 12-നാണ്. ജൂൺ 13-ന് ഡോക്ടർ മീനാക്ഷി DHSന്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. ജൂൺ 18-നാണ് റീനയുടെ സ്ഥലം മാറ്റം സ്റ്റേ ചെയ്തുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് വന്നത്. പുതുതായി നിയോഗിക്കപ്പെട്ട ആൾ ചുമതല ഏറ്റെടുത്ത സാഹചര്യത്തിൽ ട്രൈബ്യൂണൽ ഇടക്കാല ഉത്തരവിലൂടെ നിയമനം സ്റ്റേ ചെയ്തതിൽ അപാകതയുണ്ടെന്നായിരുന്നു സർക്കാർ വാദം. ഈ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ട്രൈബ്യൂണൽ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. DHS പദവിയിൽ നിന്ന് ഡോക്ടർ റീനയെ മാറ്റിയത് സ്റ്റേ ചെയ്ത ട്രൈബ്യൂണൽ വിധി ഹൈക്കോടതി റദ്ദാക്കിയതിന് പിന്നാലെ പ്രതികരണവുമായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ രംഗത്ത്. സർക്കാർ സിസ്റ്റത്തെ പിന്തുണയ്ക്കുന്നവർക്ക് പൂർണ്ണ സംരക്ഷണം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണത്തിന്റെ ഭാഗമായി ചില സംഭവങ്ങൾ ഉണ്ടാകും. അതിനെ പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിച്ചു. തർക്കം സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ല. സ്ഥലം മാറ്റപ്പെട്ട വ്യക്തി ഓഫീസിൽ വന്ന് സീൻ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. സർക്കാർ ആത്മസംയമനം പാലിച്ചു. അതുകൊണ്ടൊന്നും ആരോടും പ്രതികാരമുണ്ടാകില്ല. ഡോക്ടർ റീനയ്ക്ക് ഡീപ്രമോഷൻ അല്ല, തത്തുല്യമായ പദവിയാണെന്നും K. മുരളീധരൻ പറഞ്ഞു. ആരോടും സർക്കാരിന് ഒരു പ്രതികാരവുമില്ല. സർക്കാരിൻ്റെ സിസ്റ്റത്തിനോട് സഹായിക്കുന്നവർ അതേത് സർക്കാരിൻ്റെ കാലത്ത് വെച്ചാലും സർക്കാർ സിസ്റ്റത്തിനോട് സഹകരിക്കുന്നവർക്കുള്ള പൂർണ്ണ സംരക്ഷണം ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടാവും. ഇപ്പം തന്നെ സംസ്ഥാനത്ത് കാലവർഷത്തോടൊപ്പം പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്നു. പകർച്ചവ്യാധിയെ തുടർന്ന് ഇന്ന് 6 മരണമാണ് സ്ഥിരീകരിച്ചത്. 15 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചപ്പോൾ ഡെങ്കിപ്പനി, എലിപ്പനി ബാധിതരുടെ എണ്ണത്തിലും വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 159 പേർക്കാണ് ഇന്ന് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ചിക്കൻ പോക്സ്, മഞ്ഞപ്പിത്ത രോഗബാധിതരുടെ എണ്ണത്തിലും വർധനവുണ്ട്. ഇന്ന് സ്ഥിരീകരിച്ചതിൽ 2 പേരുടെ മരണം ഡെങ്കിപ്പനി മൂലവും 2 പേരുടേത് എലിപ്പനി മൂലവുമാണ്. ഒരാൾക്ക് എലിപ്പനി ബാധിച്ചതായാണ് സംശയിക്കുന്നത്. ഇൻഫ്ലുവൻസ ബാധിച്ച് ഒരാളും മരിച്ചു. പാലക്കാട്, മലപ്പുറം, കൊല്ലം, തിരുവനന്തപുരം, കണ്ണൂർ, തൃശൂർ ജില്ലകളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് 159 പേർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചിരിക്കുന്നത്. 22 പേർക്ക് എലിപ്പനിയും 23 പേർക്ക് മഞ്ഞപ്പിത്തവും സ്ഥിരീകരിച്ചു. 295 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സയിലാണ്. ഷിഗല്ല സ്ഥിരീകരിച്ചത് 15 പേർക്ക്. കോഴിക്കോട് മാത്രം 8 രോഗബാധിതർ. ജൂൺ മാസത്തിൽ മാത്രം 165 പേർക്കും ഈ വർഷം ഇതുവരെ 241 പേർക്കും ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇന്ന് മാത്രം സംസ്ഥാനത്ത് 13,747 പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ജൂൺ മാസത്തിലെ 23 ദിവസത്തെ മാത്രം കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2,53,261 പേരാണ് സംസ്ഥാനത്ത് പനി ബാധിച്ച ഇതുവരെ ചികിത്സ തേടിയത്. ഇൻഫ്ലുവൻസ, ചിക്കൻ പോക്സ് രോഗബാധിതരുടെ എണ്ണത്തിലും വലിയ വർധനവാണ് ഉണ്ടായത്. 106 പേർക്ക് ചിക്കൻ പോക്സും 109 പേർക്ക് ഇൻഫ്ലുവൻസയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പകർച്ചപ്പനി നാടിനെ വിറപ്പിക്കുമ്പോൾ ആരോഗ്യവകുപ്പ് ആസ്ഥാനത്ത് നടന്ന സ്ഥലം മാറ്റ തർക്കങ്ങളും ഉദ്യോഗസ്ഥരുടെ കസേരകളിയും പ്രതിരോധ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് വിമർശനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഖത്തറിലെ പ്രധാന ദ്രവീകൃത പ്രകൃതിവാതക സംസ്കരണ കേന്ദ്രമായ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലുണ്ടായ വൻ സ്ഫോടനത്തിൽ മലയാളി ഉൾപ്പെടെ 13 പേർ മരിച്ചു. കോഴിക്കോട് നാദാപുരം പുറമേരി സ്വദേശി കളരിയുള്ളതിൽ അർജുൻ ആണ് മരിച്ച മലയാളി. പ്ലാന്റിലെ സൂപ്പർവൈസറായിരുന്നു 30-കാരനായ അർജുൻ. അപകടത്തിൽ അർജുൻ ഉൾപ്പെടെ 12 ഇന്ത്യക്കാരും ഒരു പാകിസ്ഥാൻ സ്വദേശിയുമാണ് മരണപ്പെട്ടത്. ഞായറാഴ്ച രാത്രിയോടെയായിരുന്നു ഖത്തറിനെ നടുക്കിയ ഈ ദുരന്തം സംഭവിച്ചത്. അപകടത്തിൽ വിവിധ രാജ്യക്കാരായ 66 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരിൽ ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. സ്ഫോടനം നടന്നയുടൻ തന്നെ സുരക്ഷാ ഏജൻസികളും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. ഇതൊരു ആക്സിഡന്റ് മാത്രമാണെന്നും മറ്റ് അട്ടിമറികളോ ബാഹ്യ ഇടപെടലുകളോ ഇല്ല എന്നും ഖത്തർ ഊർജ്ജമന്ത്രി സാദ് അൽ ഖാബി പ്രതികരിച്ചു.
UAEയുടെ പൊതുഗതാഗത ചരിത്രത്തിൽ പുതിയ നാഴികക്കല്ലായി രാജ്യത്തെ ആദ്യ ദേശീയ പാസഞ്ചർ ട്രെയിൻ സർവീസ് സെപ്റ്റംബർ 30 മുതൽ ആരംഭിക്കും. അബുദാബിയിലെ മുഹമ്മദ് ബിൻ സായിദ് സിറ്റി പാസഞ്ചർ ട്രെയിൻ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ദേശീയ പാസഞ്ചർ റെയിൽ ശൃംഖലയുടെ ഔദ്യോഗിക തുടക്കവും പ്രഖ്യാപിച്ചു. അബുദാബി കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ അബുദാബിയിലെ മുഹമ്മദ് ബിൻ സയ്യിദ് സിറ്റി പാസഞ്ചർ ട്രെയിൻ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. ജൂൺ 30 മുതൽ അബുദാബി ഫുജൈറ റൂട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിക്കും. രാജ്യവ്യാപക പാസഞ്ചർ റെയിൽ ശൃംഖലയുടെ ഔദ്യോഗിക പ്രവർത്തനം സെപ്റ്റംബർ 30 മുതലായിരിക്കും ആരംഭിക്കുക. അബുദാബി മുഹമ്മദ് ബിൻ സയ്യിദ് സിറ്റി പാസഞ്ചർ ട്രെയിൻ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം സ്റ്റേഷനിലെ അത്യാധുനിക സൗകര്യങ്ങൾ നേരിട്ട് വിലയിരുത്തി. അബുദാബി ഫുജൈറ റൂട്ടിൽ ജൂൺ 30-ന് പരീക്ഷണ സർവീസ് ആരംഭിക്കുന്ന ഇത്തിഹാദ് റെയിൽ സെപ്റ്റംബറിൽ ദുബായ് അൽദൈദ് സ്റ്റേഷനുകളും ഡിസംബറിൽ അൽദഫ്ര സ്റ്റേഷനും തുടർന്ന് 2027 മാർച്ച് 30-ഓടെ ഷാർജ സ്റ്റേഷനും തുറക്കുന്നതോടെ UAE ദേശീയ പാസഞ്ചർ റെയിൽ ശൃംഖല പൂർണ്ണ രൂപത്തിൽ യാഥാർത്ഥ്യമാകും. അബുദാബി ഫുജൈറ റൂട്ടിൽ കംഫർട്ട് ക്ലാസിന് 55 ദിർഹവും പ്രീമിയം ക്ലാസിന് 120 ദിർഹവും മുതലായിരിക്കും ടിക്കറ്റ് നിരക്ക് ആരംഭിക്കുക. യാത്രക്കാർക്കായി ലോകോത്തര നിലവാരത്തിലുള്ള 13 ട്രെയിനുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഓരോ ട്രെയിനിലും പരമാവധി 400 യാത്രക്കാർക്ക് വരെ യാത്ര ചെയ്യാം. ലോക പ്രശസ്ത പൊതുഗതാഗത ഓപ്പറേറ്ററായ കെയോളിസുമായി ചേർന്നാണ് ഇത്തിഹാദ് റെയിൽ സർവീസ് നടത്തുന്നത്. രാജ്യത്തെ പൗരന്മാർക്കും വിനോദസഞ്ചാരികൾക്കും നിക്ഷേപകർക്കും ഒരേപോലെ സുഖകരവും വേഗതയേറിയതുമായ യാത്രാനുഭവം ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജെറിൻ ജേക്കബ്, അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിൽ പ്രവാസി തൊഴിലാളികളുടെ വിദ്യാഭ്യാസ യോഗ്യതകളും തൊഴിൽ തസ്തികകളും ക്രമീകരിക്കുന്നതിന് പുതിയ നിയമം പ്രാബല്യത്തിൽ. രാജ്യത്തെ തൊഴിൽ വിപണി നവീകരിക്കുന്നതിന് തൊഴിലാളികളുടെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രൊഫഷണൽ വർഗീകരണവും അവരുടെ തൊഴിൽ സ്ഥലത്ത് ചെയ്യുന്ന യഥാർത്ഥ ജോലിയുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനായി മാൻ പവർ അതോറിറ്റി നടത്തുന്ന നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി. തൊഴിൽ വിപണിയുടെ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു നിയന്ത്രണ സംവിധാനം ഒരുക്കുകയാണ് പുതിയ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രവാസി ജീവനക്കാരുടെ അക്കാദമി യോഗ്യതകളും അവർ വഹിക്കുന്ന തസ്തിക തമ്മിൽ കൃത്യമായ പൊരുത്തം ഉറപ്പാക്കുന്നതിലൂടെ തൊഴിൽ രംഗത്തെ കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുവാൻ സാധിക്കുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. നിലവിൽ ചെയ്യുന്ന ജോലിയുടെ യഥാർത്ഥ സ്വഭാവവുമായി ഒത്തുപോകുന്നതാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അവരുടെ ഔദ്യോഗിക മേഖലകളിലെ വിദ്യാഭ്യാസ യോഗ്യതയോ തൊഴിൽ വിഭാഗമോ തിരുത്തുവാൻ ഈ നിയമം വഴി സാധിക്കും. കുവൈറ്റിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട പരാതികൾ അതീവ രഹസ്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിന് പരീക്ഷണാടിസ്ഥാനത്തിൽ 3 പുതിയ ഇലക്ട്രോണിക് സേവനങ്ങൾ ആരംഭിച്ചു. സഹൽ ആപ്പ് വഴിയാണ് ഈ സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. അഴിമതി സംബന്ധിച്ച സംശയങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാനും ഇതുമായി ബന്ധപ്പെട്ട അധിക രേഖകൾ സമർപ്പിക്കുവാനും പരാതിയുടെ നിലവിലെ സ്ഥിതി പിന്തുടരാനുമുള്ള സംവിധാനവും പുതിയ സേവനത്തിൽ ലഭ്യമാണ്. അഴിമതിയുമായി ബന്ധപ്പെട്ട പരാതികൾ സുരക്ഷിതവും രഹസ്യാത്മകവുമായ രീതിയിൽ സമർപ്പിക്കുവാനും പരാതിയുടെ നിലവിലെ അവസ്ഥ അറിയുവാനുമുള്ള നടപടികൾ ലളിതമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് കുവൈറ്റ് അഴിമതി വിരുദ്ധ സമിതി അധികൃതർ വ്യക്തമാക്കി. പരീക്ഷണ ഘട്ടത്തിൽ സേവനങ്ങളുടെ കാര്യക്ഷമത വിലയിരുത്തുകയും ഉപയോക്തൃ അനുഭവം പരിശോധിക്കുകയും ചെയ്യും. തുടർന്ന് സേവനങ്ങൾ മികച്ചതാക്കാൻ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ഔദ്യോഗികമായി പുറത്തിറക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ത്യക്കാരന് വധശിക്ഷ. കഴിഞ്ഞ വർഷമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലി ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന തർക്കങ്ങളാണ് കൊലപാതകത്തിന് കാരണമായത്. വീട്ടുചെലവിനായി പണം നൽകണമെന്നും ഭക്ഷണ സാധനങ്ങളുടെ ചെലവ് തുല്യമായി പങ്കിടണമെന്നും ഭാര്യ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പണം നൽകാൻ ഭർത്താവ് തയ്യാറായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കൊലപാതകം എന്ന ഉദ്ദേശത്തോടെ പ്രതി സൽമിയിലെ ഒരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് ഭാര്യയെ കൊണ്ടുപോവുകയും അവിടെ വെച്ച് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. കുവൈറ്റിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദത്തിന് ധനസഹായം നൽകൽ, ഭീകരവാദത്തെ അനുകൂലിക്കൽ ശ്രമങ്ങൾക്ക് പ്രേരിപ്പിക്കൽ തുടങ്ങി വിവിധ കേസുകളിൽ സ്റ്റേറ്റ് സെക്യൂരിറ്റി ക്രിമിനൽ കോടതി 46 സുപ്രധാന വിധികൾ പുറപ്പെടുവിച്ചു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിധിന്യായങ്ങളിലൂടെ 13 പ്രതികൾക്ക് വ്യത്യസ്ത തടവ് ശിക്ഷകൾ വിധിക്കുകയും പ്രതികൾക്കും കേസുമായി ബന്ധപ്പെട്ട വാണിജ്യ സ്ഥാപനങ്ങൾക്കുമായി ആകെ 31 കോടി കുവൈറ്റ് ദിനാർ പിഴ ചുമത്തുകയും ചെയ്തു. കോടതി രേഖകൾ പ്രകാരം കള്ളപ്പണം വെളുപ്പിച്ച ഒരു പ്രധാന കേസിൽ 4 പ്രതികൾക്ക് 10 വർഷം വീതം തടവ് ശിക്ഷയും ഏകദേശം 19.9 കോടി കുവൈറ്റ് ദിനാർ പിഴയും വിധിച്ചു. കൂടാതെ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് വെളുപ്പിച്ച തുകയ്ക്ക് തുല്യമായ ഏകദേശം 9.9 കോടി ദിനാർ പിഴ ചുമത്തുകയും ഇനിയുള്ള പ്രവർത്തനങ്ങൾ സ്ഥിരമായി നിരോധിക്കുകയും ചെയ്തു. ഈ വിധി ന്യായത്തിന്റെ സംഗ്രഹം ഔദ്യോഗിക ഗസറ്റിലും ബന്ധപ്പെട്ട വെബ്സൈറ്റുകളിലും പ്രസിദ്ധീകരിക്കും.
ജിദ്ദയിലെ കളിയാരവങ്ങൾക്ക് പുത്തൻ ഉണർവ് സമ്മാനിച്ച് നിസ് അറേബ്യ ധമാക്ക 2026 ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ജിദ്ദ മുഷ്രിഫയിലെ ഒളിമ്പിക്സ് വില്ലേജ് സ്റ്റേഡിയത്തിൽ സൗദി സ്പോർട്സ് അതോറിറ്റിയുടെ അംഗീകാരത്തോടെ സംഘടിപ്പിച്ച ടൂർണമെന്റിൽ 6 ടീമുകളാണ് മാറ്റുരച്ചത്. ഫൈനൽ മത്സരത്തിൽ ബാൻ ബേക്കറി FCയെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി റീം അൽ ഉല FC കിരീടം സ്വന്തമാക്കി. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനും ടോപ്പ് സ്കോററുമായി തിരഞ്ഞെടുക്കപ്പെട്ട ബാൻ ബേക്കറി FCയുടെ ദിൽഷാദ് അഹമ്മദും മികച്ച ഗോൾ കീപ്പറായി ബാൻ ബേക്കറി FCയുടെ ഇക്ബാലുമാണ്. ടൂർണമെന്റിനോടനുബന്ധിച്ച് 17 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിച്ച സൗഹൃദ മത്സരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മത്സരങ്ങൾ നിയന്ത്രിച്ചത് ഫിഫയും സൗദി സ്പോർട്സ് അതോറിറ്റിയും അംഗീകരിച്ച റഫറിമാരായിരുന്നു. ഡോക്ടർ ഇന്ദു ചന്ദ്രശേഖരനും നൌഷാദ് ചാത്തലൂരും ടൂർണമെന്റിന് നേതൃത്വം നൽകി. ദുബായിയുടെ സ്വന്തം വിമാന കമ്പനിയായ എമിറേറ്റ്സ് തങ്ങളുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ആഗോളതലത്തിൽ വൻതോതിൽ ജീവനക്കാരെ നിയമിക്കുന്നു. വരും വർഷങ്ങളിലേക്ക് സർവീസുകൾ വിപുലീകരിക്കുന്നതിനും വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുമായി ആഗോള പ്രതിഭകളെ കണ്ടെത്തുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. ഇതിനായി വരും മാസങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഡ്രൈവുകൾ സംഘടിപ്പിക്കുവാൻ കമ്പനി തീരുമാനിച്ചു. ഇന്ത്യയിലെ ഉദ്യോഗാർത്ഥികൾക്കായി പ്രധാന മെട്രോ നഗരങ്ങളായ മുംബൈ, ന്യൂഡൽഹി എന്നിവിടങ്ങളിലാണ് പ്രധാന റിക്രൂട്ട്മെന്റ് റാലികൾ നടക്കുന്നത്. ഇന്ത്യയ്ക്ക് പുറമെ ശ്രീലങ്ക, മലേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ പ്രധാന ഏഷ്യൻ രാജ്യങ്ങളിലും എമിറേറ്റ്സ് സമാനമായ രീതിയിൽ ഇന്റർവ്യൂകൾ നടത്തും. നിലവിൽ 1,30,000-ൽ അധികം ജീവനക്കാരാണ് ലോകമെമ്പാടുമായി എമിറേറ്റ്സ് ഗ്രൂപ്പിന് കീഴിൽ ജോലി ചെയ്യുന്നത്. മക്കയിൽ വിശുദ്ധ കബാലയത്തിന്റെ ഭാഗമായി കാബോഡ് എന്ന് ചേർന്നുള്ള ഹിജർ ഇസ്മായിലിൽ പ്രവേശിച്ച് നമസ്കാരവും പ്രാർത്ഥനയും നിർവഹിക്കുവാൻ ഹറംകാര്യ വകുപ്പ് സ്ത്രീ പുരുഷന്മാർക്ക് പ്രത്യേക സമയങ്ങൾ നിശ്ചയിച്ചു. തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. സ്ത്രീകൾക്ക് ദിവസവും രാവിലെ 6 മുതൽ 9 വരെയും പുരുഷന്മാർക്ക് രാത്രി 10 മുതൽ പുലർച്ചെ 1 മണി വരെയുമാണ് ഹിജർ ഇസ്മായിലിലേക്ക് പ്രവേശനം അനുവദിക്കുക. പുരുഷന്മാർക്ക് പാചകത്തോടുള്ള താൽപര്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നളപാചകത്തിന് ജിദ്ദയിൽ കേരള കലാസാഹിതി അരങ്ങും അടുക്കളയും ഒരുക്കി. സംഘടനയിലെ പുരുഷാംഗങ്ങളെ ഉൾപ്പെടുത്തി വിവിധയിനം ഭക്ഷണങ്ങൾ പാകം ചെയ്ത് പ്രദർശിപ്പിക്കുവാനുള്ള വേദിയാണ് ഒരുക്കിയത്. തദവസരത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി നിരവധി ഗെയിമുകളും കൂടാതെ കലാപരിപാടികളും അരങ്ങേറി. ഉദ്ഘാടന ചടങ്ങിൽ കലാസാഹിതി പ്രസിഡന്റ് നൌഷാദ് അടൂർ അധ്യക്ഷനായിരുന്നു. രക്ഷാധികാരി മുസാഫിർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ഡാർവിൻ സ്വാഗതവും ട്രഷറർ സന്തോഷ് വട്ടവടത്ത് നന്ദിയും പറഞ്ഞു. ദേശീയ വായനാ മാസാചരണത്തോടനുബന്ധിച്ച് ജിദ്ദ വായനാക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത എഴുത്തുകാരൻ ബാബു എബ്രഹാമിന്റെ കമ്പളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തെ മുൻനിർത്തി പ്രതിവാര വായനാനുഭവ വേദി സംഘടിപ്പിച്ചു. ജിദ്ദ വായനക്കൂട്ടം സാരഥി KTA മുനീർ പുസ്തകാവലോകനം നടത്തി. ബാബു എബ്രഹാമിന്റെ കൃതി കേവലം നൊസ്റ്റാൾജിയ മാത്രമല്ലെന്നും ചോരയും കണ്ണീരും കലർന്ന പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർചിത്രമാണെന്നും KTA മുനീർ വിലയിരുത്തി. ചർച്ചയിൽ നാസർ ഹുസൈൻ, സാക്കിർ ഹുസൈൻ എടവണ്ണ, നൌഷാദ് അടൂർ, നാസിമുദ്ദീൻ മണനാക്ക്, മുജീബ് മുത്തേടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പത്മ പുരസ്കാര നിറവിൽ മലയാളം. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി മലയാളികൾ. 5 മലയാളികളാണ് 2ാം ഘട്ടത്തിൽ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. രാഷ്ട്രപതി ഭവനിൽ നടന്ന പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി ഭവനിൽ നടന്ന പുരസ്കാര വിതരണത്തിന്റെ 2ാം ഘട്ട ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. RSS സൈദ്ധാന്തികൻ P. നാരായണൻ, പ്രമുഖ നിയമജ്ഞൻ ജസ്റ്റിസ് KT തോമസ് എന്നിവർ രാജ്യത്തെ 2ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ അതുല്യമായ അഭിനയ പാടവത്തിനുള്ള ആദരവായി നടൻ മമ്മൂട്ടി പത്മഭൂഷൺ പുരസ്കാരം ഏറ്റുവാങ്ങി. വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ പുരസ്കാരം ഏറ്റുവാങ്ങി. പ്രശസ്ത നൃത്താധ്യാപികയും നർത്തകിയുമായ കലാമണ്ഡലം വിമല മേനോന് പത്മശ്രീ പുരസ്കാരവും സമ്മാനിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനാ കൊള്ളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിപ്പോർട്ട് തേടി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് UP സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. ക്ഷേത്രത്തിന്റെ ദൈനംദിന ചുമതല അയോധ്യ ജില്ലാ മജിസ്ട്രേറ്റിന് നൽകി. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക. നമസ്കാരം.